ത്തിൽ നിന്ന് നാം നിത്യതയിൽ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്ത പ്രതിഫലങ്ങളെക്കുറിച്ചാണ്. പ്രാരംഭമായി ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാം. നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്, ഒരളവിൽ അവയെ അനുഗ്രഹങ്ങളെന്നും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് വീണ്ടും തരുന്ന പലതുമുണ്ട്, അതിനെ പ്രതിഫലങ്ങളെന്നും ഒന്ന് പൊതുവായി വിളിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആഴത്തിൽ ചിന്തിച്ചു വരുമ്പോൾ അല്പസ്വല്പമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ഉപദേശം ഇതാണ്, തത്വം ഇതാണ്. നമുക്കെല്ലാവർക്കും പ്രതിഫലങ്ങൾ ലഭിക്കുവാനുണ്ട്. കർത്താവ് ഓരോരുത്തൻ്റെ തലയിൽ കിരീടങ്ങൾ വയ്ക്കുകയും ഓരോരുത്തർക്ക് വ്യത്യസ്ത സ്ഥാനങ്ങൾ കൊത്തവണ്ണം പ്രതിഫലങ്ങൾ തന്ന് മാനിക്കുകയും ചെയ്യും എന്ന് നമ്മൾ കണ്ടു. ഏറ്റവും ആരംഭമായി അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജായി നമ്മൾ കണ്ടത്, ഒരു വ്യക്തി യേശുവെങ്കിലേക്ക് അടുത്തു വരുന്നു, വിശ്വസിക്കുക, ഏറ്റുപറയുക, അഥവാ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനമേൽക്കുക, തുടർന്ന് വേർപാടാചരിക്കുക, ആൾ ദൈവപൈതലായി. യേശു ക്രിസ്തുവിൻ്റെ മാർഗവും വഴിയും പിന്തുടരുക, ക്രിസ്തുവിനെ മാത്രം നമ്മുടെ മാതൃകയായി പിന്തുടരുക. അങ്ങനെയാണെങ്കിൽ അവകാശമെന്ന പ്രതിഫലം കർത്താവ് നമുക്ക് തരും. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവപൈതലിനും, കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വന്ന ഓരോ ദൈവപൈതലിനും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ പ്രതിഫലം സ്വർഗത്തിലെത്തുന്ന സകലർക്കുമുള്ളതാണ് അവകാശമെന്ന പ്രതിഫലം. കാര്യം നാം ഒരിക്കൽ ദൈവത്തിൻ്റെ മക്കളായാൽ മക്കൾക്കെല്ലാമുള്ള പൊതു സ്വത്താണ് പിതാവിൻ്റെ സ്വത്ത്. അതിനകത്ത് നമുക്കൊരവകാശമുണ്ട്. 1 പത്രോസ് 1:4-5 വാക്യങ്ങളിൽ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചതായ ദൈവപൈതലിന് ദൈവം കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരവകാശമുണ്ട്. അതിനെ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് വിളിക്കുന്നു. അന്ത്യകാലങ്ങളിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. രക്ഷയെക്കുറിച്ച് പ്രാരംഭമായി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസത്താൽ നാം രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. അത് രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ സ്നാനപ്പെട്ടതോടെ അത് കംപ്ലീറ്റായി എന്ന് ഞാൻ പറയാം. രക്ഷയ്ക്ക് സ്നാനം നിർബന്ധ ഘടകമല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എനിക്കവിടെ ഒരു ലൈൻ വരയ്ക്കാൻ ഒക്കത്തില്ല. കാരണം യേശു പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം ചേർത്താണ് പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, വിശ്വസിക്കുക, സ്നാനമേൽക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ വിശ്വസിക്കുക, വാഗൊണ്ട് ഏറ്റുപറയുക, കഴിഞ്ഞ ശേഷം സ്നാനപ്പെടുക എന്നിങ്ങനെ ഈ പടികൾ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ച് അതുകൊണ്ട് ഇവിടം കൊണ്ടാണെന്ന് പറയാതെ അവസരം ലഭിക്കുന്ന നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു, വാഗൊണ്ട് ഏറ്റുപറഞ്ഞു, വെള്ളത്തിൽ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, വേർപെട്ട് ജീവിക്കുന്നു. ഈ സമയം ചിലർ ചോദിച്ചേക്കാം, അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ എന്തു വേണം? ഒരു ദൈവപൈതലായി തീരേണ്ടതിന്, ഒരു ക്രൈസ്തവനായി മാറേണ്ടതിന്, ദൈവത്തിൻ്റെ സന്തതി എന്ന് പറയേണ്ടതിന് അന്യഭാഷ അടയാളം നിർബന്ധമല്ല. പകരം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഒരാളിന് യേശു പഠിപ്പിച്ചതുപോലെ, തിരുവചനം പറയുന്നത് പോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവപൈതലാകുവാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ഒരല്പം കൂടെ വളരുന്ന പടികളിലേക്ക് മാറുന്നതാണ് അന്യഭാഷ അടയാളത്തോടുകൂടെയുള്ള അഭിഷേകം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ആ പ്രിയപ്പെട്ടവർക്ക് ഇനി ഒരിക്കൽ ഒരു രക്ഷ വെളിപ്പെടുവാനുണ്ട്. അതാണ് 1 പത്രോസ് 1:4-5 വരെയുള്ള വാക്യങ്ങളിൽ, 4-5 വാക്യങ്ങളിൽ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് വിളിക്കുന്നത്. അന്ത്യകാലങ്ങളിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. വേറൊരർത്ഥത്തിൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അകലെയല്ല, അടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തിരുവചന ഭാഗവുമുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. എനിക്ക് തോന്നുന്ന ആത്മമണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അനേക ദുരുപദേശങ്ങളുടെ അകത്തോട്ട് മാറി ചുരുളഴിക്കാൻ കൊള്ളാവുന്ന 1-2 വേദചിന്തകളാണിത്. ഇന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ കാൽവറി മരണത്താൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എന്നിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ആത്മാവാണ്. പക്ഷേ എനിക്കൊരു ശരീരമുണ്ട്, ഈ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഏദനിൽ ആദാമിന് ലഭിച്ചതായ അനേക ശാപങ്ങളും ഇന്നും എൻ്റെ മൺശരീരത്തിലുണ്ട്. എൻ്റെ മൺശരീരം വിയർക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുടെ ജനന സമയത്തുള്ള വേദന, ഇതൊക്കെ ഏദനിൽ ലഭിച്ച ശാപങ്ങളാണ്. ഇതെല്ലാം മൺശരീരത്തിൽ തുടരുന്നതേ ഉള്ളൂ. എന്നാൽ ആ മൺശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമ്മൾ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനെയാണ് ഭാവിയിൽ വെളിപ്പെടുവാനുള്ള രക്ഷ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി.
ഇന്ന് നമ്മൾ ആ വലിയ വീണ്ടെടുപ്പിന് വേണ്ടി വിശ്വാസത്താൽ കാക്കപ്പെടുകയാണ്. നമുക്ക് ചുറ്റും വേലി കെട്ടി പരിപാലിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ദൂതന്മാരുടെ കാവൽ നമുക്ക് ചുറ്റുമുണ്ട്. ഇതെല്ലാം ആത്മലോകത്തിലെ വിശ്വാസത്താൽ നമ്മളിത് അറിയുന്നതാണ്. അതൊരു വ്യക്തി വിശ്വസിക്കുന്നെങ്കിൽ അദ്ദേഹം പ്രാപിക്കും, വിശ്വസിക്കുന്നില്ലെങ്കിൽ പ്രാപിക്കത്തില്ല. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അവകാശത്തിലേക്ക് നാം എത്തും. അതിനുവേണ്ടി നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തത് അവിടം വരെ ഏറെക്കുറെയാണ്. അവിടുന്ന് മാറാൻ പോവുകയാണ്. എന്നാൽ നമ്മുടെ വിരുത് തെറ്റിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുണ്ട്. കർത്താവ് എന്നെ വിളിച്ചു, മുന്നോട്ട് ജീവിക്കാൻ ആവശ്യപ്പെട്ടു. ഈ മുന്നോട്ട് ജീവിക്കാൻ ആവശ്യപ്പെട്ട ഉടനെ തന്നെ എൻ്റെ വിരുത് തെറ്റിക്കാൻ വേണ്ടി ചിലരുണ്ട്. ഞാനിങ്ങനെ ഒരു ഉദാഹരണം കൊണ്ട് അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു നല്ല ഒരു പഠനത്തിന് വേണ്ടി ഞാനൊരു കോളേജിൽ കൊണ്ട് ചേർത്തു. എൻ്റെ ആഗ്രഹം 2-3 വർഷം കഴിയുമ്പോൾ ഇവനൊരു എൻജിനീയറായി പുറത്തു വരണമെന്നാണ്, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടറായി പുറത്തു വരണമെന്നാണ്. എന്തെങ്കിലും ഒരു വലിയ ഉദ്ദേശത്തോടുകൂടെ ഞാനൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കോളേജിൽ ചേർത്തു. ചേരുന്ന അന്ന് തുടങ്ങും റാഗിങ്. ഇവനെ പഠിക്കാൻ ഒക്കാതെ വണ്ണം ഇവൻ്റെ വിരുത് തെറ്റിച്ച് കളയുന്ന, ഇവനെ എന്തോ കറക്കി എറിയാൻ താല്പര്യപ്പെടുന്ന റാഗിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഉടനെ വരും ഡ്രഗുകാർ. ആ കൂട്ടുകാരൻ്റെ ഡ്രഗുണ്ട്, ഈ കൂട്ടുകാരൻ്റെ ഡ്രഗുണ്ട്, അതെടുത്തോളം പറയും. അത് കഴിയുമ്പം വരെയും അയോഗ്യമായ സ്നേഹബന്ധങ്ങൾ എന്നിങ്ങനെ, പിന്നെ സമരങ്ങളായി, വലിയ വലിയ പബ്ലിക് വിപ്ലവങ്ങളായി. ഇങ്ങനെ ഒടുവിൽ വരുമ്പോൾ ഈ 5 കൊല്ലം കഴിയുമ്പോൾ ഈ മോനെ, അല്ലെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ ഈ മോനെ വിട്ടതിനേക്കാൾ വഷളായ സാഹചര്യത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതായി വരും. അവന് യാതൊരു പ്രയോജനവും കിട്ടാതെ വരും. ഇടയിൽ വന്ന ഈ ബാഹ്യശക്തികളെ വിരുത് തെറ്റിക്കുന്നവർ എന്ന് വിളിക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുത്തു പറഞ്ഞതാണ്. തൽക്കാലത്തെ ഒരു സുഖം അവർക്കതിനകത്ത് തോന്നും, തൽക്കാലത്തെ ഒരു താല്പര്യം അവർക്കതിനകത്ത് തോന്നും. എന്നാൽ തങ്ങളുടെ ലക്ഷ്യമെന്ത് എന്നറിയാതെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി മറ്റു പലതിൻ്റെയും പുറകെ പോകുന്നവർ അന്നെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ, വിരുത് തെറ്റിപ്പോകുമ്പോൾ നിങ്ങളുടെ വിരുത് തെറ്റാതെ സൂക്ഷിക്കുക എന്ന് പരിശുദ്ധാത്മാവ് കൊലോസ്യർ 2 പറയുകയാണ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠ കൊത്തവണ്ണമല്ലാതെ, ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. നിങ്ങളുടെ വിരുത് തെറ്റിപ്പോകരുത്. എന്തുകൊണ്ട് വിരുത് തെറ്റിക്കാം? ഒന്ന്, തത്വജ്ഞാനം കൊണ്ട്. കേട്ടാൽ വളരെ രസം തോന്നുന്നതായ പല ആശയങ്ങൾ, തത്വജ്ഞാനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ചുള്ളതല്ല, ലോകത്തിൻ്റെ ആദിപാഠങ്ങൾക്കനുസരിച്ചുള്ള തത്വജ്ഞാനം. 2, വെറും വഞ്ചന. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വഞ്ചിച്ച് കളയുന്ന പലതും. വഞ്ചിക്കുന്ന ഒരുപാട് ശക്തികളെ നമുക്കറിയാം. എനിക്ക് തോന്നുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ക്ലാസ്സിന് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. വലിയത് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലഭിക്കാത്ത ചിലതിന് വേണ്ടി പ്രേരിപ്പിച്ചാൽ അത് നമ്മെ വഞ്ചിക്കുകയാണ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്, നിങ്ങളുടെ വിരുത് എടുത്തു കളയരുത്. ഈ വർഷത്തേക്ക് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച പ്രധാന സന്ദേശങ്ങളിൽ ഒന്നായിരുന്നു അന്ത്യകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്തോടുകൂടെ സ്വർഗത്തിലെ ദൈവത്തോടെ അടുക്കൽ വരെ വളർന്നു ചെല്ലുന്നതായ ഒരു പൈശാചിക ശക്തി സെറ്റപ്പ് ചെയ്യുമെന്നും ആരാധനയ്ക്കെതിരെ അത് നിൽക്കുമെന്നും നിരന്തര ഹോമയാഗങ്ങളെ അപഹരിച്ചു കളയുമെന്നും പറഞ്ഞ ആ വാചകം പ്രത്യേകിച്ച് നമ്മൾ ഈ വർഷം മറക്കരുത്. ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ക്രിസ്തുവിലാണ് സകല സമ്പൂർണതയും, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ മാതൃകയാക്കി മുന്നോട്ട് പോയാൽ വിരുത് നാം പ്രാപിച്ചിരിക്കും. ആരും നമ്മുടെ വിരുത് കെടുത്തു കളയരുത്. ആവർത്തിക്കാം, വിരുത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിത്യതയിൽ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പ്രാപിക്കേണ്ടിയിരിക്കുന്ന ചില നന്മകളാണ്, അനുഗ്രഹങ്ങളാണ്. അവയാണ് വിരുത് എന്ന് വിളിക്കുന്നത്. അത് തെറ്റിപ്പോകരുത്. തെറ്റാൻ സാധ്യതയുണ്ട്. തെറ്റാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് തെറ്റരുത് എന്ന് വീണ്ടും വീണ്ടും കർത്താവിൽ ഓർമ്മിപ്പിക്കുകയാണ്.
1 തെസ്സലോനിക്കർ 4:16 അങ്ങനെ ഈ മണ്ണിൽ നമ്മൾ ജീവിച്ചാൽ, ഞാൻ അങ്ങോട്ട് പോകട്ടെ, വീണ്ടും നമ്മളവിടെ തിരിച്ചു വരും. അങ്ങനെ ഈ മണ്ണിൽ നമ്മൾ ജീവിച്ചാൽ 1 തെസ്സലോനിക്കർ 4:16 പറയുന്ന റാപ്ചർ, സഭയുടെ സ്വർഗത്തിലേക്ക് സഭ എടുക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ ദൈവജനം അല്ലെങ്കിൽ സഭ നമ്മളിന്ന് നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്, യേശുക്രിസ്തുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയാണ്. ആ രഹസ്യ പ്രത്യക്ഷതയാണ് റാപ്ചർ എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. മരിച്ചവർ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസം. അന്ന് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആ റാപ്ചറിൽ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കും. ഈ റാപ്ചർ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നടക്കുന്നത് എന്തുവാ? ഞാൻ ഒരു പ്രാവശ്യം പണ്ടൊരിക്കൽ ഇതിവിടെ 1-2 പ്രാവശ്യങ്ങൾ ഇവിടെ എടുത്തതാണ്. 42 വർഷത്തിലധികം, 45ഓളം വർഷമായി കാണും, ഇവിടെ 40-ലധികം വർഷങ്ങളായി ഇത് ഒറ്റ സഭയിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കരുണയാൽ ഏത് വിഷയവും തിരുവചനത്തിൽ നിന്ന് ഞാൻ തൊടാറുള്ള ഏത് വിഷയവും 1-ലധികം പ്രാവശ്യം ഇവിടെ പഠിപ്പിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകവ്യാപകമായി പലയിടങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്നത് കൊണ്ട് പലയിടങ്ങളിലും അനേക പ്രാവശ്യങ്ങൾ പ്രസംഗിച്ചു കാണും. അതിനൊക്കെയുമായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇങ്ങനെ റാപ്ചറായ ദൈവസഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ടാൽ, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യും. ഭൂമിയിൽ വെച്ചല്ല സഭയെ കാണുന്നത്, സ്വർഗത്തിൽ ചെന്നല്ല സഭ യേശുവിനെ കാണുന്നത്. കർത്താവ് ഇറങ്ങി വരികയും സഭ എടുക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ ഇടയിൽ എവിടെയോ വെച്ച് കാണും. അതിനെ മധ്യാകാശം എന്ന് വിളിക്കുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടി മണവാട്ടിയായ ഒരു കന്യകയെ തിരഞ്ഞെടുത്തുകൊണ്ട് എലിയാസർ എന്ന ദാസൻ വരുന്ന പഴയ നിയമ ഉൽപ്പത്തി പുസ്തക സംഭവത്തെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോട്, രഹസ്യവരവിനോട് ഉപമിച്ച് ശുശ്രൂഷകന്മാർ എടുത്തു പറയാറുണ്ട്. ഇസഹാക്ക് ധ്യാനിക്കേണ്ടതിന് വേണ്ടി സ്വന്തം ഭവനം വിട്ട് വെളിമ്പ്രദേശത്തേക്ക് വന്നു. വെളിമ്പ്രദേശത്ത് വന്ന് നിൽക്കുമ്പോൾ തനിക്ക് വേണ്ടി നിയമിക്കപ്പെട്ട കന്യക തൻ്റെ ദാസനോടുകൂടെ അല്ലെങ്കിൽ എലിയാസറിനോടുകൂടെ ഒട്ടകപ്പുറത്ത് കയറി ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ച കണ്ടു. അകലെ വെച്ച് യജമാനനെ കാണുകയും അല്ലെങ്കിൽ ഇസഹാക്കിനെ കാണുകയും ഈ കന്യക ഒരു ചോദ്യം ചോദിച്ചു, ആ വരുന്ന പുരുഷൻ ആരാണ്? അവൾക്ക് മനസ്സിലായി, നമ്മെ എതിരേറ്റാ വരുന്നത്. അതെങ്ങനെയാണ് ഇസഹാക്കെ? അങ്ങ് ധ്യാനിക്കാനല്ലേ പോയേ? പെമ്പിള്ളേർ വഴിയെ പോകുന്ന നോക്കാനല്ലല്ലോ അങ്ങ് പോയത്? അല്ല. പക്ഷേ ഇവക്ക് മനസ്സിലായി, ഈ വരുന്നത് വെറും ധ്യാനമല്ല, എന്നെ തപ്പിയാ വരുന്നത്. എൻ്റെ യേശു മടങ്ങി വരുന്നത് എന്നെ തപ്പിയാണെന്ന് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മെ എതിരേറ്റ് വരുന്ന ആ പുരുഷൻ ആരാണ്? അവൾക്ക് മനസ്സിലായി. ആ ആളിനെ കണ്ടപ്പോൾ ഇത് ഞാനാ. നീ ദൈവശബ്ദമാണ് കേട്ടതെന്ന് എങ്ങനെ അറിയാമെന്ന് എന്നോട് ചോദിക്കുന്നവരുണ്ട്. മോനെ, കന്യകയ്ക്കറിയാം അവളുടെ മണവാളനെ. എൻ്റെ മണവാളൻ്റെ ശബ്ദം എനിക്കറിയാവുന്നതിനാൽ, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം എനിക്കറിയാവുന്നതിനാൽ ദൈവശബ്ദമാണ് കേട്ടത് എന്ന് വ്യക്തമാക്കി പറയുവാൻ കഴിയും. ഇരുവരും തമ്മിൽ കണ്ടു. അവിടെ അവൾ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി വിനയത്തോടുകൂടെ തനിക്ക് ഭർത്താവാകുവാനുള്ള തൻ്റെ പുരുഷൻ്റെ മുമ്പിൽ കീഴടങ്ങി. അദ്ദേഹം അവളെ ചേർത്തുകൊണ്ടു. ഇതുപോലെ റാപ്ചറിൽ സംഭവിക്കും. മധ്യാകാശത്തിൽ വെച്ച് സഭ യേശുവുമായി കണ്ടുമുട്ടും. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മധ്യാകാശത്തിൽ ആദ്യം നടക്കുന്നത്? ഒന്ന്, യേശു രാജ്യത്വമേൽക്കുകയാണ്. യേശു യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാ, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതുവരെയും യഹൂദന്മാരുടെ രാജ്യത്വം താൻ ഏറ്റെടുത്തിട്ടില്ല, അതിനുവേണ്ടി പിറന്നത് മാത്രം. ലോകത്തിൻ്റെ രാജാവായി താൻ അവരോധിക്കപ്പെട്ടവനാ, പക്ഷേ ഇതുവരെ തൻ രാജ്യത്വം ഏറ്റെടുത്തിട്ടില്ല. തൻ രാജ്യത്വം ഏറ്റെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്നും മുഴുവൻ ഭൂമിയും സാത്താൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ മാത്രമേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെയും സാത്താൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. ഭരണങ്ങൾ അതിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. യേശു രാജാവായി ഏറ്റെടുത്തിട്ടില്ല. യേശുവിൻ്റെ രാജ്യത്വം തുടങ്ങിയിട്ടില്ല. യേശുവിൻ്റെ രാജ്യത്വം തുടങ്ങിയാൽ കറപ്ഷൻ അതിനകത്ത് കാണത്തില്ല. താൻ നീതിയുള്ള രാജാവായിരിക്കും. മധ്യാകാശത്തിൽ കേൾക്കുന്ന ഒന്നാമത്തെ ശബ്ദം ഇതാണ്, ഇതാ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. സഭയെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ സഹിക്കുവാനുള്ളത് സഹിച്ച് വിലമുടക്കുവാനുള്ളത് വിലമുടക്കി പ്രതിഫലത്തിന് യോഗ്യരായ സഭയെ ഇവിടെ നിന്ന് വിളിച്ച് വേർതിരിക്കുന്ന
വേർതിരിക്കുന്നത് വരെ യേശു രാജ്യത്വം ഏൽക്കയില്ല. അത് വേർതിരിച്ചു കഴിഞ്ഞാൽ യേശു രാജ്യത്വം ഏറ്റു. ഹല്ലേലൂയ! സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. 2-ാമത്തെ ശബ്ദം കേൾക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. താൻ ഇവിടെ വന്ന് ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവസഭയ്ക്ക് നൽകി. ഈ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമായി യേശു തൻ്റെ സഭയെ വിവാഹം കഴിക്കുന്ന ഒരു ദിവസമുണ്ട്. വിവാഹമെന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഇനി ഒരിക്കലും പിരിയാതെ ഒരുമിച്ച് വസിക്കുന്ന നിരന്തരമായ ഒരു കൂട്ടായ്മ എന്നാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബലം അന്ന് ദൈവമക്കൾ തിരിച്ചറിയും. അപ്രകാരം തിരിച്ചറിയുന്ന ആ വിവാഹം നടക്കുവാൻ പോകുകയാണ്. മധ്യാകാശത്തിൽ നടക്കേണ്ട 1-ാമത്തെ കാര്യം യേശു രാജ്യത്വം ഏറ്റെടുക്കുകയാണ്. 2-ാമത്തെ കാര്യം തൻ്റെ സഭയെ, വിശുദ്ധമായ സഭയെ താൻ വിവാഹം കഴിക്കുകയാണ്. പക്ഷേ അതിനു മുന്നമേ സഭ തന്നെത്താൻ ഒരുങ്ങിയിരിക്കണം. ഇന്ന് പകൽ ഒരുങ്ങുവാനുള്ളവർക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ അനേക ആയിരം പടികൾ കാണാം, അനേക ആയിരം സ്ഥാനങ്ങളുണ്ട്. വ്യത്യസ്ത പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ അനേക അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അനേക സ്റ്റാറ്റസുകളുണ്ട്. അതിൽ 1-ാമത്തെ സ്റ്റാറ്റസ് ലഭിക്കേണ്ടത് തൻ്റെ മണവാട്ടി സഭയ്ക്കാണ്. കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു മണവാട്ടിയായി കർത്താവ് തൻ്റെ സഭയെ വേർതിരിക്കുവാൻ. എനിക്കറിയാം, വലുതായി വളർന്നിരുന്ന ഒരു സഭ ദുബായ് ബേസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഇതൊരു പരസ്യസ്ഥലമായതുകൊണ്ട് ഞാൻ പേരെടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷെ പരിചയമുള്ളവർക്കെല്ലാം മനസ്സിലാകും. അവിടുത്തെ ദൈവദാസൻ്റെ ഒറ്റ പ്രസംഗ വിഷയമേ ഉള്ളൂ: യേശു പാപികളെ സ്നേഹിക്കുന്നു. അദ്ദേഹം കുറച്ചൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം, യേശു രോഗികളെയും സ്നേഹിക്കുന്നു. യേശു സ്നേഹമാണ് എന്നതിൽ കവിഞ്ഞ് ഒരു പ്രസംഗ വിഷയം അദ്ദേഹത്തിനില്ല. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ദുബായിലുള്ള ഏറ്റവും വലിയ ചർച്ചായി മാറിയ ഒരു സഭയാണ്. അതിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ വരെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ ബ്രാഞ്ചുകളായിട്ടുണ്ട്. ഈ വലിയ മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളോടൊപ്പം ചില മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആഹാരം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയും സമയം ചിലവഴിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പല പ്രാവശ്യം ചോദിച്ചു, ബ്രദർ അല്ല പാസ്റ്റർ സോ ആൻഡ് സോ, എന്തുകൊണ്ട് ഇതിനപ്പുറത്തൊരു ഉപദേശത്തെക്കുറിച്ച് അങ്ങ് പറയാറില്ല? അദ്ദേഹം പറഞ്ഞു, എന്നെ ഒറ്റ ഉപദേശമേ ഏൽപ്പിച്ചിട്ടുള്ളൂ, യേശു പാപികളെ സ്നേഹിക്കുന്നു എന്ന് പറയാനാ. ഇന്ന് ചർച്ചില്ല. അതിൻ്റെ കാരണം അതുപോലെ ഇല്ല. ഏതെങ്കിലും ഒരു ചെറിയ അളവിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാരണം ഉപദേശങ്ങൾ കൊടുക്കാഞ്ഞതുകൊണ്ട്, ആഴക്കൊഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുവാൻ കഴിയാഞ്ഞതുകൊണ്ട്, പല വെള്ളപ്പൊക്കത്തിലും പല കാറ്റിലും ചിതറിപ്പോയി. അതുകൊണ്ട് അവരേറെക്കുറെ കുറഞ്ഞുപോയി. ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിലുണ്ടെങ്കിലും ദൈവപൈതലേ, അതിനേക്കാൾ ഉപരി ഒന്ന് കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാതെ തനിക്ക് വേണ്ടി മാത്രം നിഷ്കളങ്കയായി ശേഷിക്കുന്നതായ ഒരു മണവാട്ടി സഭയെ താൻ ആഗ്രഹിക്കുന്നു. ആ മണവാട്ടി സഭയുടെ ഭാഗമാകുവാൻ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മെ ഒന്ന് ഒരുക്കാം. വളരെ പാസ്റ്റർ എം എ വർഗീസ് ഒത്തിരി സ്ട്രിക്റ്റ് ആണ്. ഒരുപാട് കൂടുതൽ ഉപദേശങ്ങൾ പറയുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ വഴിയാണ് എല്ലാവരും നടത്തുന്നത്. ഹി ഫോഴ്സ് ദ റിലിജിയൻ ഓൺ അസ്. അദ്ദേഹം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഒന്നുമല്ല, ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല. പക്ഷെ ഒരു ചാൻസ് ഉള്ളത് വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. ഒരു ചാൻസ് ഉള്ളത് വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇവിടെ ലഭിക്കുന്ന ഈ ആയുസ് കൊണ്ട് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറുവാൻ, കറാചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു മണവാട്ടിയായി മാറുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. അതിനുവേണ്ടി കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. അങ്ങനെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിക്ക് വേണ്ടി കർത്താവ് വെളിപ്പെട്ടു വരും. ഇവിടെ നടക്കുന്ന വിവാഹങ്ങളുടെ വേദികളിൽ സുനിൽ പാസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അദ്ദേഹമാണ് ശുശ്രൂഷ എന്നേക്കാൾ ഉപരിയായി ചെയ്യുന്നത്. ഇന്ന് താൻ ഓസ്ട്രേലിയയിലുണ്ട്. വരുന്ന ഞായറാഴ്ച ഞാനിവിടെ കാണത്തില്ല, പക്ഷേ സുനിൽ പാസ്റ്റർ ഇവിടെ ഉണ്ടായിരിക്കും. ഞാനതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഓസ്ട്രേലിയയിലാണ് ഇന്ന്. ഓക്കെ, ഞാനിത് മെസ്സേജിലേക്ക് മടങ്ങി വരാം. താൻ ഇവിടെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നിന്ന് വെയിൽ മാറ്റുമ്പോൾ പറയാറുണ്ട്, ആരാണ് സത്യസഭ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ വേർപാട് സൂക്ഷിക്കാത്തവർ വലിയ സ്ഥാനികളായിട്ടുണ്ട്, മാനികളായിട്ടുണ്ട്, രോഗശാന്തി ശുശ്രൂഷകന്മാരായിട്ടുണ്ട്, പ്രവാചകന്മാരായിട്ടുണ്ട്. ഉന്നതമായ ലെവലുകളിൽ അവർ പ്രയോജനപ്പെടുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ
എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ വേർപാട് വേണം എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, അവർ മണവാട്ടി സഭയുടെ ഭാഗമാണോ അതോ ഫൈറ്റിംഗ് ഫോഴ്സാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ വെയിൽ മാറ്റുന്ന സമയത്ത് പറയും സഭ ഏതാണെന്ന് വെളിവായി വരുന്നൊരു ദിവസമുണ്ട്. യേശു പറയുന്നൊരു പദമുണ്ട്, എൻ്റെ പിതാവിൻ്റെ മുമ്പിലും എൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവരുടെ പേര് ഞാൻ ഏറ്റു പറയും. യേശു ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ പറഞ്ഞു, ഈ വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ, ഈ കോടി ജീവിക്കുന്ന ഈ തലമുറയിൽ, വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മടങ്ങി വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കും. ലജ്ജിക്കാതെ കർത്താവിനെ സേവിക്കുന്ന, കർത്താവിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ കന്യകയോട്, ഒരു വിശുദ്ധ മണവാട്ടിയോട് എൻ്റെ കർത്താവിന് പറവാനുള്ളത്, അവൻ നിങ്ങളുടെ പേര് പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. യേശു പിതാവിൻ്റെ മുമ്പിൽ സഭയെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ വിശുദ്ധ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സംഭവത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായിരുന്ന ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, ആരിവൾ ആരിവൾ രാജനോടൊപ്പമായി പന്തിയിരിപ്പതാം സത്യസഭ. ഇത് ദൂതശ്രേഷ്ഠന്മാരുടെ ചോദ്യമാണ്. അനേകർ മാറിയിരിക്കുമ്പോൾ തേണ്ട ഒരു കൂട്ടം ആളുകൾ യേശുവിനോട് കൂടെ പന്തിക്കിരിക്കുന്നു. ഇവരാരാണ് ആരിവൾ ആരിവൾ എന്ന് ചോദ്യം ഉയരുമ്പോൾ മറുപടി വരുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കിയെ കഴുകി വെളുപ്പിച്ചവർ, ഏറിയ കഷ്ടങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി പിടിച്ചു നിന്നവർ. ഇന്ന് പകൽക്കാലം അങ്ങനെ ആയിരിക്കാൻ പ്രതിഫലത്തിൻ്റെ 1-ാം ഭാഗം അവിടെയാണ് ആരംഭിക്കുന്നത്. കർത്താവ് ദാനം തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് അവളുടെ കൈപിടിച്ച് നീ എനിക്കുള്ളവൾ എന്ന് തീർത്തു പറയുന്നതായൊരു ദിവസം. നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റു. നമ്പർ 1. നമ്പർ 2, സഭയുമായുള്ള തൻ്റെ വിവാഹം നടന്നു. തൻ്റെ വിവാഹം നടന്നു. തുടർന്ന് ബീമ എന്ന കോടതി, ഇത് ഞാൻ വിശദീകരിക്കത്തില്ല. 2-3 പ്രാവശ്യം കഴിഞ്ഞ 2 വർഷത്തിനകം ഞാനിത് തൊട്ടതാണ്. സ്വർഗത്തിൽ മധ്യാകാശത്തിൽ നടക്കുന്ന ക്രിസ്തുവിൻ്റെ കോടതി എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ബീമ അല്ലെങ്കിൽ സ്ഥാനനിർണയം നടത്തുന്ന കോടതി എന്നിതിനെ വിളിക്കും. ഒരു കൂട്ടം ആളുകളെ അങ്ങ് മാറ്റി, അത് തൻ്റെ മണവാട്ടി സഭയാണ്. മാറ്റിയ ശേഷം ബാക്കിയുള്ളവർക്ക് സ്ഥാനനിർണയങ്ങൾ നടത്തുന്ന ദൈവിക കോടതിയുണ്ട്. ഇന്നവന് 1-ാം സ്ഥാനം, ഇന്നവന് 2-ാം സ്ഥാനം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പലപ്പോഴും കാണിച്ചതുപോലെ മെഡലുകൾ, കിരീടങ്ങൾ, ട്രോഫികൾ, ഇതൊക്കെ ഭൗതികമായി മനസ്സിലാക്കാൻ ഞാൻ എടുത്തു വച്ചിരിക്കുക. ഇതൊന്നുമല്ല സ്വർഗത്തിൽ കൊടുക്കുന്നത്. ദൈവത്തിന് മാത്രം അറിയാം. ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവം തന്നെ മാറ്റിവെച്ചിരിക്കുന്ന, തേജസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന, ക്ഷയം, ഓട്ടം, മാലിന്യം ഇവയില്ലാത്ത ഒരു വലിയ അവകാശമുണ്ട്. മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനിവിടെ താഴോട്ട് ഇറങ്ങി വരികയാ. വ്യത്യസ്ത സ്ഥാനങ്ങൾക്ക് അർഹികളാകുന്നവർക്ക് കൊടുക്കുന്നതായ ദൈവിക ഓണറുകളും ദൈവിക റിവാർഡ്സും, അതിനകത്ത് കിരീടം വരെ ഉൾപ്പെടും. അതിനകത്ത് കിരീടം വരെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം യെരുശലേമായിരിക്കും തൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിനു മുന്നമേ 3-ാം ലോക മഹായുദ്ധം നടക്കണം. ഇന്ന് രാവിലെ എന്നെ ഒരു സഹോദരൻ വിളിച്ചിരുന്ന്, എനിക്ക് ഒട്ടും സമയം കിട്ടാഞ്ഞതുകൊണ്ട് നോക്കാൻ കഴിഞ്ഞില്ല. എന്നോട് പറഞ്ഞ് ഞാനൊരു മെസ്സേജിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, കാണണം. ഞാൻ പറഞ്ഞു കണ്ടോളാം, പക്ഷേ ഇപ്പം രാവിലെ എനിക്ക് കണ്ടേച്ചു വരാൻ സാധിച്ചില്ല. അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഓക്കുമ്പോൾ നിത്യതയെക്കുറിച്ച് സാധാരണഗതിയിൽ പ്രവചനങ്ങൾ പറയുന്ന ശ്യാം വിളിച്ചു പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എടുത്തു നോക്കിയില്ല, എടുത്തു നോക്കിക്കോളാം. ഈ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ കഴിഞ്ഞ ശേഷം അതിനുവേണ്ടിയാണെന്ന് ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യെരുശലേമിൽ പണിയുവാൻ അവർ ആഗ്രഹിക്കുന്നതായ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയണം. ശലോമോൻ ആലയം പണിതിരുന്ന അതേ സ്ഥലത്ത് തന്നെ ആ ആലയം പണിതേ മതിയാകെയുള്ളൂ. അതിനകത്തൊരു ചുവന്ന പശുവിനെ യാഗം കഴിക്കേണ്ടതുണ്ട്. ചുവന്ന പശു വരെ റെഡിയാണെന്ന് ഒരു പക്ഷേ ഇതിനകത്തിരിക്കുന്ന പലർക്കും അറിയാമായിരിക്കാം. ഞാനൊരു കൊച്ചു ഉദാഹരണം അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ രോമം പോലും മറ്റൊരു നിറമില്ലാതെ മുഴുവൻ രോമങ്ങളും ചുവന്നത് മാത്രമുള്ള ഒരു പശുവിനെയാണ് യാഗം കഴിക്കേണ്ടത്. ഒരു ചുവന്ന പശുക്കിടാവിനെ യാഗം കഴിക്കണം എന്നൊരു പ്രമാണമുണ്ട്. മശിഹ മടങ്ങി വരുമ്പോൾ അന്ന് മശിഹയ്ക്ക് ശുശ്രൂഷിപ്പാനുള്ള ആരാധനാലയത്തെ ശുദ്ധീകരിക്കേണ്ടതിന് ഈ ചുവന്ന പശുവിനെ ചുട്ടുപൊടിച്ച് യാഗം കഴിച്ച് ചുട്ടുപൊടിച്ച് അതിൻ്റെ ചാരം കൊണ്ട് അവിടെ ശുദ്ധി ചെയ്യണം. ചുവന്ന പശു ഇല്ലായിരുന്നു, എന്നാൽ അതിനെ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ലോകത്തിൽ വന്നു. അവർ ക്ലോണിങ് മുഖേന ഒരു ചുവന്ന പശുവിനെ ഉണ്ടാക്കി. കാലം കുറച്ചു പോയതോടെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഒരു ചുവന്ന പശുവിനെ അവർ സൂക്ഷിച്ചിരുന്നതിൻ്റെ ദേഹത്ത് 2-3 വേറെ കളർ രോമങ്ങൾ വന്നു.
അതിനെ ഡിസ്ക്വാളിഫൈ ചെയ്തെടുത്ത് മാറ്റി. ഇവിടുത്തെ വിശുദ്ധന്മാരും കാലത്തിൻ്റെ പോക്കിൽ വേറെ രോമങ്ങൾക്ക് അത് സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ചുവന്ന പശുവിനെ അവർ ക്ലോൺ ചെയ്തു. എവിടെ നിന്നൊക്കെ? അമേരിക്കയിൽ അതിനെ ഉണ്ടാക്കിയത്. ഇസ്രയേലിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു, സംരക്ഷിച്ചു വരികയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം അതിലൊരു പശുവിന് ശരീരത്ത് വേറെ നിറത്തിലുള്ള രോമം കെളുത്തു. അത് ഡിസ്ക്വാളിഫൈഡായി. 2 പശുക്കൾ പലതിലും അകപ്പെട്ടതുകൊണ്ട് 3-4 പശുക്കളുണ്ടായിരുന്നു. എല്ലാം ഡിസ്ക്വാളിഫൈഡായി. ഇനിയുമുണ്ട് 2 എണ്ണം വീണ്ടും അവർ ക്ലോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഒന്നിൽ പശുവിനെ യാഗമാകും, ദേവാലയം ശുദ്ധീകരിക്കും, യേശു ഇവിടെ വരും. പക്ഷെ അതിനു മുമ്പേ സഭ ഇവിടെ ഒന്ന് പോയിരിക്കും എന്ന് മറക്കരുത്. 1000 ആണ്ട് വീണ്ടും ഈ ഭൂമിയിൽ യേശു വാഴും. ഞാൻ 1000 ആണ്ട് വാഴ്ച ഇന്ന് തൊടത്തില്ല. അവിടെ ഒരു ന്യായപീഠമുണ്ട്, ഒരു ന്യായാധിപ സംഘമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തൊടത്തില്ല. ആ ന്യായാധിപ സംഘത്തിൽ ഞാനും നിങ്ങളും കർത്താവായ യേശുവിനോടൊപ്പം സിംഹാസനങ്ങളിലിരുന്ന് പലരെയും ന്യായം വിധിക്കും. കൂട്ടത്തിൽ നമ്മൾ ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന് മറക്കണ്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാൽ വീണ്ടും കർത്താവായ യേശു ക്രിസ്തു സകല സഭയുമായി മധ്യാകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒന്നുകൂടെ വരും. അന്ന് ഉള്ള സംഭവമാണ് വെളിപ്പാട് 20-ാം അധ്യായം 12-ാമത്തെ വാക്യം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അന്ന് ഈ ഭൂമി മാറിപ്പോകും. ഭൂമി ഇവിടെ ഇല്ല. പകരം ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഏതോ ഒരു സ്ഥലം, ഒരൊറ്റ വാക്കിൻ്റെ മുമ്പിൽ, ഒരു ബിഗ് ബാങ് എന്ന് ശാസ്ത്രം വിളിക്കുന്ന ഉളവായി വരട്ടെ എന്ന ഒരൊറ്റ കൽപ്പനയുടെ മുമ്പിൽ അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവനായ, മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്ന് നമ്മൾ എടുത്തു പറയും, കടൽക്കരയിലെ മണൽ പോലെ എന്ന് നമ്മൾ എടുത്തു പറയും. എത്ര 1000 കടലുകളുള്ള എത്ര ലക്ഷം ഭൂമികളുണ്ട് നമുക്കറിഞ്ഞുകൂടാ. ഇത് മുഴുവനും സൃഷ്ടിച്ചവനായ ദൈവത്തിന് തൻ്റെ ദിനത്തെ ന്യായം വിധിക്കുവാൻ ഒരു സ്ഥലമുണ്ടാക്കുവാൻ പ്രയാസമുള്ളതല്ല. ഒരു പക്ഷേ പണ്ടേ നിർണയിച്ച ഏതോ ഒരു സ്ഥലത്ത് മരിച്ചവരെ ആബാലവൃദ്ധം കൊണ്ട് നിർത്തും. വെളിപ്പാട് പുസ്തകം യഥാർത്ഥ പ്രതിഫലങ്ങൾ തുടങ്ങുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവർത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി, ന്യായവിധി ഉണ്ടായി. ഇവിടെയാണ് സത്യമായി പ്രതിഫലങ്ങൾ കൊടുക്കുന്നത്. മധ്യാകാശത്തിൽ വെച്ച് ചില സ്ഥാനങ്ങൾ കൊടുക്കും, മധ്യാകാശത്തിൽ വെച്ച് ചില മാന്യതകൾ കൊടുക്കും. എന്നാൽ സാക്ഷാൽ പ്രതിഫലം കൊടുക്കുന്നത് വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിലാണ്. കാര്യം എൻ്റെ ശത്രുക്കളുടെ മുമ്പിലാണ് എനിക്ക് മേശ ഒരുക്കുന്നത്. മരിച്ചവരാബാലവൃദ്ധം ദൈവസന്നിധിയിൽ വന്ന് നിൽക്കത്തക്കവണ്ണം ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു. അതിൻ്റെ ചുറ്റുമായി ദൂതന്മാർ, ശ്രേഷ്ഠ ദൂതന്മാർ ഇരിക്കുന്നത് കണ്ടു. 24 മൂപ്പന്മാർ ഈ സിംഹാസനത്തിൻ്റെ ചുറ്റും ഇരിക്കുന്നത് കണ്ടു. വലിയ ശക്തിയുള്ളതായ ദൂതന്മാർ മുൻപിൽ പ്രത്യക്ഷമായി. അവിടെ നിന്ന് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ജനിച്ചു ജീവിച്ചിട്ടുള്ള സകലതിനെയും വിളിച്ച് മുൻനിർത്തിയിട്ട് കർത്താവ് ഒരു പ്രഖ്യാപനയുണ്ട്: നിന്റെ എല്ലാം കാലം അവസാനിച്ചു. ഹിറ്റ്ലറെ, നിനക്ക് തന്നിരുന്നത് ഇത്ര വർഷമാണ്, അത് കഴിഞ്ഞടാ. അലക്സാണ്ടറെ, നിനക്ക് തന്നിരുന്നത് ഇത്ര വർഷമാണ്, അത് കഴിഞ്ഞടാ. എന്നോട് പറയും, എം എ വർഗീസേ, നിന്നെ പാസ്റ്ററായിട്ടാക്കിയിരുന്ന ഇത്ര വർഷമായിടാ, അത് കഴിഞ്ഞടാ. ഞാനാണെങ്കിലും മാറത്തില്ല, ഞാൻ അൽഫയും ഒമേഗയുമാ. ചെയ്തവനെല്ലാം വാ. എൻ്റെ ജനത്തോട് ദോഷം ചെയ്തവനെ മുന്നിലോട്ട് വിളിച്ചു നിർത്തിക്കൊണ്ട് യഹൂദന്മാരെ മുഴുവനും വംശഹത്യ ചെയ്യുവാൻ ശ്രമിച്ച ഹിറ്റ്ലറെ മുൻപിലോട്ട് വിളിച്ചു നിർത്തിക്കൊണ്ട് പറയും, കണ്ടോണം, ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ തൊട്ടപ്പൈ എടുത്തതായിരുന്നു. വലിയ കൊലോഷ്യങ്ങൾക്ക് മുൻപിൽ വിശുദ്ധന്മാരെ ദുഷ്ടമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത വിശുദ്ധന്മാരുടെ ശരീരത്തിൽ മുഴുവനും തുണി ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിച്ച് അത് വെട്ടത്തിലിരുന്നു കൊണ്ട് നാടകം കണ്ട ചക്രവർത്തിമാരെ വിളിച്ച് മുൻപിലിരുത്തി വെച്ച് പറയും, നിൻ്റെ പ്രവൃത്തികൾ തേണ്ടേ എഴുതി വച്ചിരിക്കുകയാണ്. നിൻ്റെ മുമ്പിൽ വെച്ചാണ് നീ കത്തിച്ചവന് ഞാൻ പ്രതിഫലം കൊടുത്ത് മാനിപ്പാൻ പോകുന്നത്. എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവം. ആ ഒടുവിലത്തെ ന്യായവിധിയിൽ സകല ജാതി മനുഷ്യരെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി, ആദമേ, നീൻ്റെ കാലം മുതൽ അവസാനം ജീവിച്ചിരുന്ന വ്യക്തിയെ വിളിച്ചവൻ്റെ കാലം വരെ ഞാൻ അൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാൻ ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണ്. അവനവൻ്റെ പ്രവർത്തികൾക്ക് അടുത്ത പ്രതിഫലം എൻ്റെ കയ്യിൽ ഉണ്ട്.
വാ, വന്ന് വാങ്ങ്. നിന്നെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ നിന്റെ പ്രതിഫലം ഉണ്ടാക്കി വെച്ചതാണ്. വന്ന് വാങ്ങ്. അന്ന് സന്തോഷത്തോടെ വന്ന് വാങ്ങുവാൻ, തിരുമുമ്പിൽ വരുവാൻ, ലജ്ജിക്കാതെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് വാക്ക് തരേണ്ടതിന് ഇന്ന് പകൽ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. വെളിപ്പാട് 22:12-13 ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ആ യേശുവിൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഇനിയും പ്രതിഫലങ്ങൾ കൊടുക്കുന്നത് ഏത് ബേസിസിലാണ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുന്നതെന്ന് കാണാം. ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ബീമായെക്കുറിച്ചാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആരംഭത്തിലുള്ളതിനെക്കുറിച്ചാണ്, ഒടുവിൽ വരെ ഉള്ളതിന് ഇത് ബാധകമാണ്. 2 കൊരിന്ത്യർ 5-10 വാക്യം, റോമാലേഖനം 14:10, 1 കൊരിന്ത്യർ 3:11-15 വരെ ഈ 3 ഭാഗങ്ങളാണ് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത്. 1, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിത പണി മാത്രം ശോധന ചെയ്യും. അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത കൊടുക്കാനുണ്ടെങ്കിലും അതിനെയെല്ലാം കൂടെ തള്ളിയ ശേഷം സ്വർഗത്തിൽ പ്രതിഫലത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ചെയ്ത പണിയാണ്. ലോകത്തിൻ്റെ ഫിലോസഫിയുടെ മേൽ ചെയ്ത പണികൾക്ക് പ്രതിഫലം മാറി അത് ഇന്ന് ഇങ്ങോട്ട് എടുക്കുന്നില്ല. ലോകപ്രകാരം നടന്നവർക്ക് അവർക്കുള്ള സ്ഥാനം കൊടുത്തു. അവരോട് പറഞ്ഞു, എന്നെ ത്യജിച്ച് സ്വന്തം വഴികളിൽ നടന്നവരെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകാം. എനിക്ക് നിങ്ങളോട് കാര്യമില്ല. നിങ്ങളുടെ ന്യായവിധി അപ്പുറത്തുണ്ട്. ഞാൻ ആ സൈഡിലോട്ട് തിരിയുന്നില്ല. ആത്മീയൻ്റെ സൈഡിൽ മാത്രം നിൽക്കട്ടെ. എന്നെ സേവിച്ച് എൻ്റെ പിന്നാലെ വന്നവനെ വാ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ചെയ്തിരിക്കുന്ന പണിയൊക്കെ നിലനിൽക്കും. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവവചനം പറഞ്ഞത്, അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞാൻ അവിടേക്ക് വരാം. 2, ഞാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ്, വിലയേറിയ മെറ്റീരിയലും വില കുറഞ്ഞ മെറ്റീരിയലും ഉപയോഗിച്ചത്. മെറ്റീരിയൽസിനെ ആസ്പദിച്ചായിരിക്കും പ്രതിഫലം നിൽക്കുന്നത്. വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടുള്ള പണി മുഴുവനും വെന്തുപോകും, അത് ശോധനയ്ക്കെടുക്കയില്ല. അതുകൊണ്ട് പണിതവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, മറക്കരുത്, ഈ അടിസ്ഥാന തത്വം മറക്കരുത്. രക്ഷിക്കപ്പെട്ടവർ ചെയ്ത പണിയെക്കുറിച്ചാണ് ഞാൻ ഈ തൊടുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവകാശമെന്ന പ്രതിഫലമുണ്ട്. പക്ഷേ ചെയ്ത പണി മുഴുവനും വെന്തുപോകും. മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിതത് മുഴുവനും പോകും. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ എന്നിവ കൊണ്ട് പണിത പണി ശോഭയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണാം. 1 കൊരിന്ത്യർ 3:13 പ്രകാരം തീയോട് ഇത് ശോധന ചെയ്യും. അത് ദൈവിക തീയാണ്. ആരെയൊക്കെ ശോധന ചെയ്യും? ഈച്ച് വൺ ഓഫ് അസ്, നമ്മിൽ ഓരോരുത്തൻ ദൈവസന്നിധിയിൽ കണക്ക് പറയണം. സഭയായി നമ്മൾ പറഞ്ഞേ മതിയാകൂ. അതൊരു ഗ്രൂപ്പാണ്. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തനെ വിളിക്കും. ഓരോ വ്യക്തികളെ വിളിച്ചുകൊണ്ട് കണക്ക് തീർക്കുന്ന നാളുണ്ട്. അന്നാണ് നാം പ്രതിഫലം ഏറ്റുവാങ്ങുന്നത്. 1 കൊരിന്ത്യർ 13:10-14 ഞാൻ ഒന്ന് വായിച്ചേക്കാം. ദയവായിട്ട് ആ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ 11-ാമത്തെ വാക്യം മാത്രമേ ഇവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. ദയവായി 10 മുതൽ 14 വരെ വായിച്ചാട്ടെ. അടിസ്ഥാനം മുതൽ സകലതും. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. നിൽക്കട്ടെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പദമാണിത്. ഞാനൊരു അടിസ്ഥാനം ഇട്ടു. പൗലോസേ, അങ്ങിട്ട അടിസ്ഥാനം ദൈവം അംഗീകരിക്കത്തില്ല. ദൈവമിട്ട അടിസ്ഥാനമേ അംഗീകരിക്കത്തുള്ളൂ. പിന്നെ എന്താണ് ഈ പറയുന്നത്? 3-ാം സ്വർഗത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഒരു പണി ഏൽപ്പിക്കുകയാണ്. ഞാനിടുന്ന എൻ്റെ അടിസ്ഥാന കല്ലാണിത്. ഇതുകൊണ്ട് നീ അവിടെ ഇട്. അദ്ദേഹം കൊണ്ട് എഫെസോസിലിട്ടു, അദ്ദേഹം കൊണ്ട് കൊരിന്തിലിട്ടു, അദ്ദേഹം കൊണ്ട് ഫിലിപ്പിയിലിട്ടു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിങ്കൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് വെളിപ്പാട് പ്രാപിച്ചവനെ, നിങ്ങളെ ഏൽപ്പിച്ച ഇടത്ത് ആ അടിസ്ഥാനം കൊണ്ട് ഇടുവാൻ, വേറൊന്നു കൊണ്ടിടുവാനല്ല, സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചതും യേശു ഇട്ടതുമായ അതേ അടിസ്ഥാനം കൊണ്ടിടുവാൻ. ഞാനിവിടെ വന്ന് ഇവിടുത്തെ കൺവീനിയൻസ് അനുസരിച്ച് വിശ്വസിക്കാത്തവരെ സ്നാനപ്പെടുത്തുമെന്ന് പറയുവാനോ, ഇവിടുത്തെ കൺവീനിയൻസ് അനുസരിച്ച് വെള്ളത്തിൽ മുങ്ങാതെ സ്നാനപ്പെടുത്തുമെന്ന് പറയുവാനോ എനിക്ക് റൈറ്റ് ഇല്ല. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം കൊണ്ട് അവിടെ ഇടുവാൻ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കഴിവിനൊത്തവണ്ണം എന്നല്ല, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക്
കൃപയ്ക്കൊത്തവണ്ണം ഇന്ന് പകൽ ചിലരൂടെ കർത്താവിനോട് കൃപ ചോദിച്ചു തുടങ്ങാം. എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം പ്രധാന ശില്പിയായി ഞാനൊരു അടിസ്ഥാനം ഇടുകയാണ്. ഞാൻ അടിത്തറയല്ല, ഞാൻ അടിസ്ഥാനം കൊണ്ടുവരുന്നവനല്ല, ഞാനൊരു ശില്പിയാ. ഇന്ന് പകൽ ചില ശില്പികളെ ദൈവം വീണ്ടും ഇതിനകത്തൊന്ന് എഴുന്നേൽപ്പിക്കട്ടെ. അതിനകത്തെ പ്രധാന ശില്പി എന്ന് പൗലോസ് പറഞ്ഞു. എനിക്കത് ക്ലെയിം ചെയ്യാനില്ല. സഹപ്രവർത്തകനെന്ന്, സഹശില്പി എന്ന് പറയുവാൻ ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രധാന ശില്പിയായി ഞാനൊരു അടിസ്ഥാനം ഇട്ടു. വായിച്ചാട്ടെ. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, വേറൊരുത്തൻ ഇതിന്റെ മീതെ പണിയുകയാണ്. വായിച്ചു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിന് തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. വായിച്ചു. ഒരുവന്റെ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നിൽക്കട്ടെ. എൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ശരിയാണ്, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ അതിൻ്റെ മീതെ പണിയുവാൻ ചില പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി വെന്തുപോകും. എൻ്റെ പ്രവൃത്തി വെന്തുപോകും. ഞാൻ രക്ഷിക്കപ്പെടും, തീയിലൂടെ രക്ഷിക്കപ്പെട്ടവനെ പോലെ. കയ്യിലൊന്നും കാണത്തില്ല. ഞാൻ ഇത് പറയുമ്പോഴെല്ലാം ഓർക്കാറുള്ള ഒരു സംഭവമുണ്ട്. ഒരിക്കൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയുണ്ട്. തങ്കപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. തങ്കപ്പൻ ഇന്ന് ഭൂമിയിലില്ല. അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. തങ്കപ്പൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്നു. ഒരു ലുങ്കി മുണ്ട് കൊടുത്തുകൊണ്ടാണ് വന്നത്. ഞങ്ങളൊക്കെ നിൽക്കരുന്ന പിള്ളേർ. ആ പുള്ളിക്കാരൻ എൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ്, എൻ്റെ ഇളയ എൻ്റെ കൂടെ വരെ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി ഒരുപാട് കാലം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. ഒരു ലുങ്കി മുണ്ട് കൊടുത്തുകൊണ്ടാണ് ഇവൻ സ്കൂളിൽ വന്നത്. കാര്യം ഒരുമാതിരി പ്രായമുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത്. അധ്യാപകർ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എന്താടാ ഈ ലുങ്കി മുണ്ട് കൊടുത്തോണ്ടെന്ന് പറഞ്ഞ്, ഇന്നലെ എൻ്റെ പെരയ്ക്ക് തീ പിടിച്ചു. ഞങ്ങളാരും വീട്ടിലില്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഉള്ളത് കുറേ ചാരം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ പുസ്തകം മിച്ചമില്ല. ഞാൻ ഉടുത്തിരുന്ന ലുങ്കിയുണ്ട്, അതുകൊണ്ട് ഇഞ്ഞ് പോരുന്നതാന്ന് പറഞ്ഞു. തീയിലൂടെ രക്ഷപ്പെട്ടവൻ. തനിക്ക് ആവശ്യമുള്ളതൊന്നുമില്ല. ഏറെക്കുറെ നഗ്നനായി വന്ന് നിൽക്കുക. ലുങ്കിയുണ്ട്, പക്ഷേ ഞങ്ങളെല്ലാം ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് പോലെ ഒരു നിക്കറും ഒരു ഷർട്ടും അദ്ദേഹത്തിനില്ല. തൻ്റെ തീയിലൂടെ രക്ഷപ്പെട്ടവനെ പോലെ ഞാനും രക്ഷിക്കപ്പെട്ടതാ. ഞാനും യേശുവിനെ രക്ഷിതാവായി ഏറ്റു പറഞ്ഞതാ. ഞാനും സ്നാനപ്പെട്ടതാ. ഞാനും മറുഭാഷ പറയുന്നുണ്ട്. നല്ല കാര്യം. രക്ഷിക്കപ്പെട്ടതിനായി സ്തോത്രം. സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. പക്ഷേ എന്നെ കാണുമ്പോൾ പലരും ഓടി മറയും. കാര്യം, ലജ്ജ കൊണ്ട് തല താഴ്ത്തും. ഒരുവൻ്റെ പ്രവൃത്തി വെന്തുപോയാൽ ഇന്ന് വേഗാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ, ഘനമുള്ളത് ചെയ്യുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. ഒരവസരം കർത്താവ് നമ്മുടെ മുമ്പിൽ തരികയാണ്. ബിൽഡ് ഓൺ ദ റൈറ്റ് ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ജീസസ്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ഓരോ കല്ലുകൾ വീതം പെറുക്കി വെക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അടിസ്ഥാനവും മുതൽ മുടക്കും. വചനമെന്ന അടിസ്ഥാനത്തിന്മേലുള്ള പണിയും മുതൽ മുടക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47-48. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ ഇത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല. ഞാനിപ്പോഴും പറയാറുള്ള ഒരു വാക്കാ. 100 പ്രാവശ്യം കൂടെ ആവർത്തിച്ചാലും എനിക്ക് ആവർത്തന വിരസത തോന്നത്തില്ല. കാര്യം ഒരു വ്യക്തിക്കും കൂടെ മനസ്സിലാകാനുണ്ടെങ്കിൽ മനസ്സിലായേ മതിയാകൂ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന ഒരു അടിസ്ഥാന പാറ ഈ മണ്ണിൻ്റെ അടിയിലുണ്ട്. അതിൻ്റെ മേളിൽ മണ്ണ് വന്ന് വീണു. നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ പ്രമാണങ്ങൾ, നമ്മൾ കേട്ടു പഠിച്ചത്, ചുറ്റുവട്ടങ്ങളിൽ നിന്ന് കണ്ടത്, നമ്മുടെ തോന്നലുകൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മേളിൽ വന്ന് അടിഞ്ഞു കിടക്കയാ. എൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവൻ ആരാന്ന് പറയാം. ഒന്നാമത് അവൻ ആഴം വരെ കുഴിച്ചു. ഇതിൻ്റെ അടിയിലുള്ള ദൈവപ്രമാണം എന്താണ്? ഞാൻ കേട്ടത് ഇങ്ങനെയൊക്കെയാണ്, കണ്ടത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അതെല്ലാം ഒന്ന് കുഴിച്ചെടുത്ത് കളഞ്ഞേച്ച് അടിയിലുള്ള ദൈവപ്രമാണം കണ്ടുപിടിക്കുവാൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത
ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശമാണ്. അനേക പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആ വീട് പോകയില്ല. ഇന്ന് പകൽക്കാലം കുഴിച്ചിറങ്ങുന്നവർക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഒരുപാട് മണ്ണ് അതിൻ്റെ മുകളിൽ ആളുകൾ കൊണ്ടിടാറുണ്ട്. ഇന്നത്തെ കണക്കിൽ സോഷ്യൽ മീഡിയ ദൈവത്തിങ്കിൽ നിന്ന് ആരാധന പറിച്ചെടുത്ത് കളയേണ്ടതിനായി, ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ നശിപ്പിക്കേണ്ടതിനായി അവരെ കൊണ്ട് കഴിവുള്ളിടത്തോളം മണ്ണിടും. ദുരുപദേഷ്ടാക്കന്മാർ അത് ചെയ്യും. ഇന്ന് പകൽ കുഴിക്കുന്നവർക്കായി സ്തോത്രം. ആഴക്കുഴിച്ച് പാറ കണ്ടെടുത്ത് അതിൻ്റെ മേൽ പണിതാൽ ആ പണി നിലനിൽക്കും. അതിന് ഒരു പ്രതിസ്ഥാനമുണ്ട്. അടുത്തത്, അടിസ്ഥാനത്തോട് നമ്മെ തന്നെ തുല്യരാക്കി വരേണ്ടതുണ്ട്, അനുരൂപപ്പെടേണ്ടതുണ്ട്. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാനങ്ങ് ചുരുക്കി പറയാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ഞാൻ വന്ന് മുട്ടുമ്പോൾ തന്നിൽ നിന്നൊരു കൃപ എന്നിലേക്ക് വ്യാപരിക്കും. ഒരു കൊച്ചുദാഹരണം എല്ലാവർക്കും മനസ്സിലാകാൻ. ഇന്നേക്ക് ഏറെക്കുറെ 50ഓളം വർഷങ്ങൾക്ക് പുറകിൽ അന്നത്തെ ഒരു ഫാഷനിൽ പെൺകുട്ടികൾ ശരീരം മൊത്തം മറയ്ക്കാതെ, ഇന്ന് ആ സംസ്കാരത്തിന് ഒരുപാട് വ്യത്യാസം വന്നു. ഇന്ന് ഭാരതീയർ പൊതുവെ ശരീരം മറച്ച് നടക്കാറുണ്ട്. എനിക്ക് തീരെ ഇന്ത്യൻ സംസ്കാരം ഇഷ്ടമില്ല എന്ന് പറയുന്നവർ അങ്ങനെ നടക്കുന്ന, അത് പോട്ടെ, അത് കണക്കി കൂട്ടണ്ട, അതിനെ എഴുതി തള്ളു. ബാക്കിയുള്ളവരൊക്കെ യോഗ്യമായി വസ്ത്രം ധരിക്കാറുണ്ട്. ന്യൂഡൽഹിയിൽ വെച്ച് ഒരിക്കൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ മുൻപോട്ട് വന്ന പെൺകുട്ടികളിൽ ചിലർ, എല്ലാവരുമല്ല, സിസ്റ്റർ ആലീസൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ്, അന്ന് വന്ന കൂട്ടത്തിൽ പെടുന്നതാണ്. ഇവിടെ ഉള്ളതാ ഒരാളെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വന്ന കൂട്ടത്തിൽ ചിലർ, പ്രത്യേകിച്ച് 1-2 പെൺകുഞ്ഞുങ്ങൾ തീരെയും ചെറിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ശരീരത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അവർ പഠിക്കുന്ന പ്രായമാണ്, അവരുടെ സൗന്ദര്യം കാണിച്ച് നടക്കണം എന്നൊരു ധാരണയുണ്ട്. ഈ കുഞ്ഞുങ്ങളിൽ ചിലർ സ്നാനത്തിന് പ്രതിഷ്ഠിച്ചു. ഇവരെ എങ്ങനെ സ്നാനപ്പെടുത്തണം, ഇതുങ്ങളെ എങ്ങനെ സ്നാനക്കടവിൽ കൊണ്ടുപോകും, ഈ രീതിയിൽ ഇവരെ സ്നാനപ്പെടുത്തിയാൽ ഇവർ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ, സ്നാനപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ പോകുമോ എന്തോ ഒരു പിടിയില്ല. ഇവരോട് എങ്ങനെ പറയണം? ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം അതിലൊരു മോള്, തീരെ വൃത്തികെട്ട് നടന്ന ഒരു മോള്, അവളിപ്പോൾ ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്, വന്നേച്ച് പറഞ്ഞു, അമ്മമ്മേ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് അഴുക്കാന്ന് എന്താ പറഞ്ഞു തരാഞ്ഞ്? അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, അഴുക്കാന്ന് ഇപ്പം നിന്നോട് ആര് പറഞ്ഞു? അല്ല, എനിക്ക് തന്നെ മനസ്സിലായി. ചിലൻ പറഞ്ഞു, അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ഈ കല്ലെ തൊട്ടാ ഉണ്ടല്ലോ, ആഴക്കൊഴിച്ച് പാറയെ തൊട്ടാ ഉണ്ടല്ലോ, ആ പാറയിൽ നിന്നൊരു ജീവൻ ഇങ്ങോട്ട് വ്യാപരിക്കും. ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം. ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നെങ്കിൽ ഈ സമയം നിങ്ങളുടെ ശരീരങ്ങൾ തിരിച്ചറിയും. അതോട് തന്നെ രോഗശക്തികൾ പിന്മാറും. അവർ പറയും, ഇതേ ശരിയാകത്തില്ല. ഈ ചെതലെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, വെളുത്ത നിറമുള്ള തീരെ ചെറിയ ഒരെണ്ണ ഉറുമ്പ ചെതലെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ നല്ല തേക്ക് തടിയുടെ കഷണങ്ങൾ കൊണ്ടിട്ടാൽ ചെതൽ തൊടത്തില്ലെന്നാണ് പറയുന്നത്. ചെതലിൻ്റെ പല്ല് പോകേയുള്ളൂ, ഇത് പോവുകയില്ല. ഇതിനകത്തിരിക്കുന്ന ദൈവവേദനെ ചിലതിനെ തൊടാൻ പിശാച് അടുത്ത് വരുമ്പോൾ അറിയാം, ക്രിസ്തുവിൻ്റെ ജീവൻ ഇവനിൽ വ്യാപരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജീവൻ ഇവനിൽ വ്യാപരിക്കുന്നു. ഇവനോട് പണി നടപ്പില്ല. കാര്യം ഇവനിൽ വ്യാപരിക്കുന്നത് വേറൊന്നാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും അത് നിങ്ങളെ മനുഷ്യന് തള്ളും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാണ്ടക്കവണ്ണം പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുകയാ. ഞാൻ ഓടിച്ചങ്ങോട്ട് മാറിയേച്ച് ഇന്ന് നിർബന്ധമായും തൊടേണ്ട ഒരു ഭാഗമുണ്ട്. ആത്മയുദ്ധത്തെക്കുറിച്ച് അവിടെ വരാൻ താല്പര്യപ്പെടുന്ന, അതുകൊണ്ട് ഓടി മുന്നോട്ട് പോകാം. കർത്താവ് ഒരവസരം തന്നാൽ ഒരു പ്രാവശ്യം കൂടി ഇനി അത് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടിസ്ഥാനത്തിന് പല ലെവലുകളുണ്ട്. കർത്താവ് അടിസ്ഥാനവുമായി നമ്മൾ ഒരുമിച്ച് വന്ന് താല്പര്യപ്പെടുന്നത് ഇങ്ങനെ തൊട്ടിങ്ങോട്ട് പോയേക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു. ഒരു മൂലക്കല്ല്, ആ മൂലക്കല്ലിനോട് ചേർത്ത് ഒരു കൂട്ടം അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇതെല്ലാം കൂടെ ചേർന്നാൽ ഒരടിസ്ഥാനമായി. ആ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്നവർക്കായി സ്തോത്രം. ആ അടിസ്ഥാനമാണ് ഇന്ന് വേണ്ടത്. ഓക്കെ, ഇനിയും
ഞാൻ പറഞ്ഞായിരുന്ന അടിസ്ഥാനവുമായി നാം താരതമ്യപ്പെടണം, നാം സദാത്മകമാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? തൻ്റെ സക്കരിയാവിൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായി എൻ്റെ മനസ്സിലൂടെ ഓടുന്ന ശക്തിയേറിയൊരു തിരുവചന ഭാഗമാണിത്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും. 22 മെമ്പേഴ്സിൽ നിന്ന് ആരംഭിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സ്നാനപ്പെട്ട സമയം പൊക്കോളാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടാമതൊരാൾ സഹായിക്കാനില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിനോ 1 കപ്പ് വെള്ളത്തിനോ നിവൃത്തിയില്ലാതെ പുറത്തേക്ക് എറിയപ്പെട്ട അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആരും തുച്ഛീകരിച്ചില്ല. ഇന്ന് സിമിലർ സിറ്റുവേഷനിലൂടെ പോകുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പകാര്യങ്ങൾ ദൈവത്താൽ ആരംഭിച്ചെങ്കിൽ ആരും തുച്ഛീകരിക്കത്തില്ല. ഇവിടെത്തേണ്ട അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. ഒരു തൂക്കുകട്ട കണ്ടു സെരുബാബേലിൻ്റെ കയ്യിൽ. സെരുബാബേൽ ആലയം പണിയുകയാണ്. ഒരാലയം പണിയുവാൻ ഒരുപാട് ഉപകരണങ്ങൾ വേണം. അതിന് കല്ലുകൾ തമ്മിൽ നേരെയാണോ ഇരിക്കുന്നത് നോക്കാൻ മുഴക്കോല് വേണം. അതിൻ്റെ ലെവൽ നോക്കാൻ വേണ്ടി സ്പിരിറ്റ് ലെവൽ വേണം. ഇങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരുത്തിന് മാത്രമേ പണിയാനൊക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞ് ഇതിനകത്ത് സന്തോഷമുള്ളത് തൂക്കുകെട്ടയാ. തൂക്കുകെട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു, മനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് ആ തൂക്കുകെട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. തൻ്റെ വലത്തുവശത്ത് കാണാമല്ലോ ഒരു സാധനം, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാ. ഈ തൂക്കുകെട്ടയുടെ എപ്പോഴത്തെ ലക്ഷ്യം നമ്പർ 1 അടിസ്ഥാനവുമായി എങ്ങനെയുണ്ട്. അതിന് താഴെ അറ്റത്ത് വരെ ഇറങ്ങി വരും. അടിസ്ഥാനവുമായി എങ്ങനെയുണ്ട്, പിന്നെ ഓരോ കല്ലും അതുകൊണ്ട് നോക്കാൻ കഴിയും. ഇന്ന് പകൽ തൂക്കുകെട്ട പിടിക്കുന്നവർക്കായി സ്തോത്രം. അടിസ്ഥാനവുമായി ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ ഇന്നത്തെ പ്രവൃത്തി ദൈവത്തിൻ്റെ വചനവുമായി കമ്പയർ ചെയ്താൽ എങ്ങനെയുണ്ട്, അടിസ്ഥാനവുമായി ഞാൻ എങ്ങനെ കാലത്തിൻ്റെ പോക്കിൽ വഴിത്തിരിവുകളിലൂടെ ഇറങ്ങിത്തിരിഞ്ഞ് ഒരുപാട് തെറ്റുകൾ പറ്റിയെങ്കിൽ സെരുബാബേലിൻ്റെ കയ്യിൽ ഒരു തൂക്കുകെട്ടയുണ്ട്. അതുള്ളിടത്തോളം കാലം കർത്താവ് പറയാനുള്ളത്, സെരുബാബേലേ, നിന്റെ കൈ ഇതിന് അടിസ്ഥാനമിട്ടെങ്കിൽ നിന്റെ കൈ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും. ഇന്നും തൂക്കുകെട്ടയുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ വേഗത്തിൽ അവിടുന്ന് മാറട്ടെ. നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ദുഷിയും പഴിയും പറയുമ്പോൾ സന്തോഷിച്ച് തുള്ള്, അതൊക്കെ നടക്കേണ്ടതാണ്. നമുക്ക് അടുത്തൊരു ദിവസം അത് നോക്കാം. വില മുടക്കിയതിന് ഒത്തവണ്ണം നാം പ്രതിഫലം പ്രാപിക്കും. 1 തൂക്കുകെട്ടയിൽ വെച്ച് അടിസ്ഥാനത്തിന്മേൽ പണിത അടിസ്ഥാനം വരെ പോയവർക്കായി സ്തോത്രം. 2 നാം പണിതിരിക്കുന്ന മെറ്റീരിയലിനൊത്തവണ്ണം. ഒരു വിലപ്പിടിപ്പുള്ളതൊന്നും ദൈവസന്നിധിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു നല്ല ഭവനം പോലും സ്വർഗത്തിൽ കാണത്തില്ല. മറക്കരുത്. അവർ ഇത് കാണിക്കുന്ന ഏതാണ്ട് ഒരു കോളനി പോലെ ഒന്നും ഉണ്ടാക്കി വെച്ച് അതിനകത്ത് ഒത്തിരി പേർക്ക് താമസിക്കാവുന്ന സൗകര്യമുണ്ട്. ഞങ്ങളൊക്കെ അതിനകത്ത് താമസിച്ചതാ. നിങ്ങളീ പലരും അതിനകത്താണ് താമസിക്കുന്നത്. കാര്യം ഒന്നും ചെയ്യാത്തവർക്ക്, പ്രവൃത്തികൾ തീരെ കുറഞ്ഞു പോയവർക്ക് സ്വർഗത്തിലും ഇതുപോലൊക്കെ ഉണ്ട് എന്ന് മറക്കണ്ട. പക്ഷേ ഒരു മനുഷ്യൻ, ഞാൻ അവിടുന്ന് മാറിക്കോട്ടെ, അവർക്കൊന്നുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. The soul shall suffer shame. കാരണം അവർക്കൊന്നുമില്ല. സ്വർഗത്തിൽ പ്രതിഫലത്തിന് വേണ്ടി അവർക്കൊന്നുമില്ല. ജീവനുണ്ട്, നിത്യജീവനുണ്ട്, അവകാശമെന്ന പ്രതിഫലമുണ്ട്. ഇതിൽ കവിഞ്ഞൊന്നുമില്ല. എന്നാൽ കുറച്ചുകൂടെ നല്ല മാൻഷൻസിൽ കയറി താമസിക്കുന്നവരുണ്ട്. അല്പം കൂടെ നല്ലതിൽ. ഞാൻ ഇവിടുന്ന് മാറുക. എന്നെങ്കിലും കർത്താവ് അനുവദിച്ചാൽ ഈ ഭാഗങ്ങൾ ഞാൻ എടുത്തോളാം. മനോഹരമായ ഭവനങ്ങളുണ്ട്. അതിനകത്ത് ചിലരെ താമസിപ്പിക്കുമ്പോൾ മറക്കരുത്, വേറെ ചിലർ ഒന്നുമില്ലാത്ത കാടുകളിൽ താമസിക്കേണ്ടതായി വരും. ഈ ഭൂമിയിൽ കാട്ടിലും ഈ ഭൂമിയിൽ അഭയമില്ലാതെയും കണ്ട വാടക വീട്ടിലും മരത്തണലിലും തിണ്ണയിലും കിടന്നുറങ്ങിയ ദൈവ പൈതലേ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്തുണ്ട് എന്ന് മറക്കരുത്. ഇവിടെ കർത്താവിൻ്റെ മുമ്പിൽ ചെയ്ത പ്രവർത്തികൾക്ക് അവിടെ ഒരു പ്രതിഫലമുണ്ട്. യെറ്റ് ഗ്ലോറിയസ് ബിൽഡിങ്സ്, അവിടെ പലതും കർത്താവിന് തരുവാനുണ്ട്. പരിഹാസികൾ കൂട്ടത്തോടെ എഴുന്നേൽക്കും. നിങ്ങളുടെ വിരുത് കവർന്നു കളയേണ്ടതിനാണ് വരുന്നത്. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഭക്തികെട്ട മാർഗങ്ങളിലൂടെ നടക്കുന്ന തത്വജ്ഞാനം വെറും വഞ്ചന, ഭക്തിവിരുദ്ധമായ പല മാർഗങ്ങൾ. ഇടയ്ക്കൽപ്പം കുടിച്ചാൽ കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് അങ്ങോട്ട് പാർട്ടിക്ക് പോകുമ്പോൾ 4 പേരെ പോലെ നിന്നെയും കാണാൻ അവരെ പോലെ ചമഞ്ഞൊരുങ്ങിയാൽ തകരാറില്ല. അവരെ പോലെ പോകുന്നതിൽ കുറ്റമില്ല. അന്ത്യകാലത്ത് ഭക്തികെട്ട സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന
പരിഹാസികൾ ഉണ്ടാകും എന്ന് നിങ്ങളോട് പഴയ പ്രവാചകന്മാർ പറഞ്ഞല്ലോ. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഇവ കൊണ്ട് പ്രയോജനമുള്ളതല്ല. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ വിട്ടൊഴിയുക. നിങ്ങളുടെ വിരുദാരും കവർന്നു കളയാതെ സൂക്ഷിക്കുക. വിശുദ്ധന്മാർക്ക് ഉചിതമായത് മാത്രം ചെയ്യുക. ഞാൻ മുന്നോട്ട് വരട്ടെ. പത്യവചനം മാത്രം അനുസരിച്ചു പോകുക. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ബൈബിളിലെ ഒടുവിലത്തെ ലേഖനം യൂദാ അപ്പോസ്തലൻ്റെ ലേഖനമാണ്. തന്നത് എഴുതുമ്പോൾ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ താല്പര്യപ്പെട്ടു. ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ജീസസ് ഇസ് എ സേവിയർ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് പൊതുവിലുള്ള രക്ഷയാണ്. അത് എഴുതുവാൻ ശ്രമിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ല, ഒരൊറ്റ അധ്യായം മാത്രമുള്ള, ഒരു പേജ് മാത്രമുള്ള ഒരു കൊച്ചു ലേഖനമാണ് എഴുതുന്നത്. പക്ഷേ അത് അന്ത്യകാലത്തേക്കുള്ളതാകയാൽ നിർത്തി യൂദാ അപ്പോസ്തലൻ എഴുത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം ആവർത്തിച്ച് ഫലമേൽപ്പിക്കുന്നതല്ല. പണ്ടുകാലത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇപ്പം കാലം അങ്ങ് പോയി. ഈ കാലത്ത് ഇങ്ങനെ എന്നോ മോനെ അതിനെ സുവിശേഷമെന്നല്ല വിളിക്കുന്നത്, കലർപ്പ് ചേർന്നതാണ്. അതിലേക്ക് ഞാൻ അധപ്പതിച്ചു പോകാതെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടിയേ മതിയാകൂ. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. 1 തീമോഥെയോസ് 6:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവരൊന്നും തിരിച്ചറിയുന്നില്ല. ഞാൻ പാലിക്കുന്നെങ്കിൽ ഭക്തിക്കൊത്ത ഉപദേശം പാലിക്കാം. ലോകപ്രകാരമുള്ളതല്ല, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അല്ല, ഇന്ന് പൊതുസഭയുടെ പ്രാക്ടീസ് അല്ല. ദൈവവചനത്തിൻ്റെ ഉപദേശത്തിലേക്ക്, ഭക്തിക്കൊത്ത ഉപദേശത്തിലേക്ക് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കാം. പത്യവചനം ഞാൻ അടുത്തൊരു ദിവസം പൊയ്ക്കോളാം. ബിരുദ തെറ്റിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. തൽക്കാലം അവിടുന്ന് മാറട്ടെ. ജയത്തിനൊത്തവണ്ണമായിരിക്കും വിടുതൽ ലഭിക്കുന്നത്, പ്രതിഫലം ലഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു 7 ലേഖനങ്ങളുണ്ട്, 2-3 അധ്യായങ്ങൾ. അവിടെ എല്ലാമായി ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇന്നൊരു നിവൃത്തിയില്ല. നമുക്ക് അടുത്തൊരു ദിവസം പോകാം. 1 മുതൽ ഉള്ള സഭകളെ, 7 വരെയുള്ള സഭകളെക്കുറിച്ച്. നമുക്ക് ഈ പ്രതിഫലം വാങ്ങാതെ വേണം. ജയിക്കുന്നവനാണ് ഈ പ്രതിഫലങ്ങളെല്ലാം പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഞാൻ തിരിച്ചു വന്നോളാം. ഇന്നല്ല, അടുത്തെന്തെങ്കിലും ഒരു ദിവസം അവസരം തരുമ്പോൾ തിരിച്ചു വരാം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ സഭയെ 7 കാലഘട്ടങ്ങളായി തിരിച്ച് ഓരോ കാലഘട്ടത്തിലും സംഭവിക്കുവാനുള്ള പോരാട്ടങ്ങളെക്കുറിച്ചും അതിനകത്ത് ലഭിക്കുന്ന വിജയത്തെക്കുറിച്ചും വന്നു ചേരുന്ന പരാജയത്തെക്കുറിച്ചും പറഞ്ഞേച്ച് പറയുകയാണ്. ജയിക്കുന്നവർക്ക് ഞാൻ ചിലതെല്ലാം കൊടുക്കും. ജയിക്കുന്നവർക്ക് ജീവവൃക്ഷം കൊടുക്കും. ജയിക്കുന്നവർക്ക് വെള്ള ഉടുപ്പ് കൊടുക്കും. ജയിക്കുന്നവർക്ക് ജീവകിരീടം കൊടുക്കും. ജയിക്കുന്നവർക്ക് വെള്ള കല്ല് ലഭിക്കും. ജയിക്കുന്നവർക്ക് കല്ലിന്മേൽ എഴുതിയ പുതിയ പേര് കൊടുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞു. പക്ഷെ ജയിക്കണമെങ്കിൽ നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ കൊണ്ട് നിർത്തിയ കർത്താവിനെ സ്തുതിക്കുന്നു. പരീക്ഷ അടുക്കുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഭയപ്പെടാറുണ്ട്. കാരണം അവരൊന്നും പഠിച്ചിട്ടില്ലെന്ന് അവർക്കറിയാം. പരീക്ഷ അടുക്കുമ്പോഴാണ് ഇവരുടെ പേടി. സത്യത്തിൻ്റെ സത്യം. എനിക്കാണെങ്കിൽ പരീക്ഷ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നെ എന്നും ഇട്ട് തല്ലുന്ന ഈ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് അങ്ങ് പോയി കിട്ടുമല്ലോ എന്നുള്ളതായിരുന്നു. എൻ്റെ അധ്യാപകർ എന്നെ എന്നും ഇട്ട് തല്ലുമായിരുന്നു. എന്നെ സ്നാനപ്പെട്ട കാരണത്താൽ ഞാനായിരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കയ്യിന്നോ കാലിന്നോ രക്തം ഒഴുകാതെ ഒറ്റ ദിവസം, സിംഗിൾ ഡേ ഞാൻ വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഇത്രയും തല്ല് കിട്ടുന്ന ഈ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നൊന്ന് മാറിക്കിട്ടുമല്ലോ എന്നൊരു സന്തോഷമായിരുന്നു എനിക്ക് എക്സാം ഭയങ്കര സന്തോഷമായിരുന്നു. ദൈവകൃപയാൽ നല്ല മാർക്കും കിട്ടി. പക്ഷേ കൂടെ വരുന്ന പലരും പരീക്ഷ പേടിയാ, തല കറങ്ങുന്നു, പനി വരുന്നു, എന്തെല്ലാം പുകിലപ്പ. നമുക്കൊന്ന് ചൊവ്വേ ജീവിക്കാം കേട്ടോ. പരീക്ഷ നമുക്കൊരു സന്തോഷമായിരിക്കും. ഈ ഭൂമി നമുക്ക് തൃപ്തികരമല്ല. ഇത് നമുക്ക് നല്ലതല്ല. ഇതിൽ കണ്ട മീഡിയക്കാരനൊക്കെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് കണ്ടവനും കേട്ടവനും ഒക്കെ ചവിട്ടിയും തൊഴിച്ചും കൊണ്ടിരിക്കും. ഇതിനകത്തുനിന്ന് കർത്താവെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ചാൽ ഈ ക്ലാസ്സിൽ നിന്ന് ജയിക്കുമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ കർത്താവിനെ നമ്മയോടെ സ്തുതിക്കുന്നു. അതിനൊരു പോരാട്ട ഭൂമിയിൽ കർത്താവ് നമ്മെ ആക്കിയിരിക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ.
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചു കൊള്ളുക. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളോട് ചൊവ്വ ഇടപെട്, അല്ലെങ്കിൽ പിശാച് നിങ്ങളെ തോൽപ്പിച്ച് കളയുന്ന ശക്തിയേറിയ ഉപകരണമായിരിക്കും അത്. നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന വാഗ്ദത്തത്തോടു കൂടിയ ആദ്യകൽപ്പന ലംഘിച്ചാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. മറക്കരുത്. 1-ാമത്തെ കാര്യം അതാ. പിതാക്കന്മാരെ, മക്കളോട് സ്നേഹമായി ഇടപെട്, യോഗ്യമായി അവരോട് ഇടപെട്. അവരെ തല്ലാതെ കൊണ്ട് നടക്കണമെന്നല്ല, നുള്ളി നോവിക്കരുതെന്നല്ല, ബാലശിക്ഷ കൊടുത്തു വളർത്ത് അവർ യോഗ്യരായി വളരട്ടെ. ഞങ്ങളുടെ മൂത്ത മോന് എൻ്റെ ഇന്ന് അധികം തല്ല് വാങ്ങിച്ചിട്ടില്ല. തല്ല് വാങ്ങിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്തപ്പോൾ ഒക്കെ. ഇളയ മോൻ അതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചു. അവൻ വല്ലപ്പോഴും പറയാറുണ്ട്, ഡാഡി എന്നെ ഒത്തിരി തല്ലിയതാണ്. ഞാൻ പറയട്ടെ, ഞാൻ എത്ര തല്ലിയുള്ളല്ലോ നീ, അതുകൊണ്ടാണ് ഇത്രയും നന്നായത്. കുറച്ചുകൂടെ തല്ലിയായിരുന്നേ ഒത്തിരിയും കൂടെ മിടുക്കനായനെ. അത് സത്യമാണ്, അത് സത്യമാണ്. മാതാപിതാക്കളെ, കുടുംബത്തെ ചൊവ്വ വളർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ ക്രിസ്ത്യാനിക്ക് പ്രയോജനമുള്ളതല്ല. ചൊവ്വ വളർത്ത്. നിങ്ങളിപ്പോൾ ഷാജിനോട് പോരാടുന്നതൊക്കെ പിന്നത്തെ കാര്യം. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യും. ഒന്ന് ചൊവ്വ വളർത്തിക്കൊണ്ട് വാ. കുടുംബത്തെ, ഭർത്താക്കന്മാരെ, ഭാര്യമാരോടൊന്ന് ചൊവ്വ ഇടപെട്. നിങ്ങൾ വലിയ പുള്ളിയായിരിക്കും, അതൊക്കെ 2-ാമത്തെ കാര്യം. ഒന്ന് ചൊവ്വ ഇടപെട്. ഭാര്യമാരെ, ഭർത്താക്കന്മാരോടൊന്ന് ചൊവ്വ ഇടപെട്. ഞാൻ അങ്ങനെയൊക്കെ ഓരോ വാചകങ്ങളങ്ങ് വിടുക. നിങ്ങൾ വലിയ പുള്ളികളായിരിക്കാം, അതൊക്കെ 2-ാമത്തെ കാര്യം. തൽക്കാലത്തൊന്ന് ചൊവ്വ ഇടപെട്. ഇവിടെ ഒന്ന് വേണം. ഇത്രയും ഒന്ന് കഴിഞ്ഞെങ്കിലേ പിശാച് നിങ്ങളിൽ വെച്ചിരിക്കുന്ന ആയുധങ്ങൾ താഴെ പോകത്തുള്ളൂ. ഈ ഒരുപാട് ആയുധങ്ങൾ പിശാച് കൊണ്ട് വെച്ചതാ, അത് നിങ്ങളുടെ അകത്തുണ്ട്, മറക്കരുത്. ഈ ആയുധങ്ങൾ താഴെ ഇട്ടാൽ നിങ്ങളെ സർവ്വായുധവർഗം കർത്താവ് ധരിപ്പിക്കും. 2 ആയുധങ്ങൾ ഒരുമിച്ച് പോകത്തില്ല. ഭൗതിക ആയുധങ്ങൾ, ശാരീരിക ആയുധങ്ങൾ, ജഡത്തിൻ്റെ ആയുധങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്നിടത്തോളം കാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സർവ്വായുധവർഗം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഓരോ കാറ്റഗറിയെ വിളിച്ചേച്ച് പറഞ്ഞു, ഭൗതിക ആയുധങ്ങൾ താഴെയിട്, ജഡത്തിൻ്റെ ആയുധങ്ങൾ താഴെയിട്. ഇത് മുഴുവനും താഴെയിട്ട് കഴിയുമ്പോൾ എൻ്റെ സർവ്വായുധവർഗം ഞാൻ ഇങ്ങോട്ട് ധരിപ്പിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും, നല്ല ദിവസങ്ങളിൽ പ്രയാസമില്ല, സഭായോഗം നടക്കുമ്പോൾ പ്രോബ്ലമില്ല, ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ്, ജീവിതത്തിൻ്റെ പരിവരുത്ത താളുകളുമായി ഇടപെടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കർത്താവ് പറഞ്ഞ അന്നത്തേക്കാണ് ഞാൻ കരുതുന്നത് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ. വലിയ പോരാട്ടം വരുമ്പോൾ കീഴടങ്ങാനല്ല, വലിയ പോരാട്ടം വരുമ്പോൾ തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യാനല്ല, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചു കൊള്ളുക. ഇതിനെ സുറിയാനി ബൈബിളിൽ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, പോരാട്ടമുള്ളത്. സുറിയാനി ബൈബിളിൽ എഫേസ്യ ലേഖനം 6:12 പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്നതിന്, വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് മലയാളത്തിൽ കൊടുത്തതിന് അക്കോസന്മാർ, ഗുൽത്താന്മാർ, ഹൈലാൻമാർ, മൊറോവാസന്മാർ, ഇതെല്ലാം ദൂതഗണങ്ങളുടെ പേരുകളാണ്. സ്വർഗത്തിലെ ഏറ്റവും ശക്തിയേറിയ ദൂതഗണങ്ങളുടെ പേരുകൾ പറഞ്ഞേച്ച് വീണുപോയ ദൂതന്മാരാ, ഇവരാണ് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. ഇവരോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗമേ ഒക്കത്തുള്ളൂ. എൻ്റെ PhD കൊണ്ട് രക്ഷപ്പെടത്തില്ല, എൻ്റെ മസിൽ പവർ കൊണ്ട് രക്ഷപ്പെടത്തില്ല, എൻ്റെ മണി പവർ കൊണ്ട് രക്ഷപ്പെടത്തില്ല, എൻ്റെ ലോജിക്ക് കൊണ്ട് രക്ഷപ്പെടത്തില്ല, ഇതിനകത്തൊന്നും രക്ഷപ്പെടത്തില്ല. ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ഒരുവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ജയിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം യുദ്ധമുള്ളത് ഹൈലന്മാരോടാണ്, ഇന്ന് പകൽ യുദ്ധമുള്ളത് അക്കോസന്മാരോടാണ്, ഇന്ന് പകൽ യുദ്ധമുള്ളത് ഗുൽത്താന്മാരോടാണ്, മൊറോവൻ വാസികളോടാണ്, ഇന്ന് പകൽ യുദ്ധമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ ജയിച്ചു വരേണ്ടതിന്, എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിക്കുക. ദൈവത്തിൻ്റെ സർവ്വായുധവർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എല്ലാ സർവ്വായുധവർഗമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിക്കാൻ പറഞ്ഞ ശേഷം ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സർവ്വായുധവർഗത്തെക്കുറിച്ച് കുറച്ച് മാത്രം പറഞ്ഞു. കർത്താവിനും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ കാലിനൊരു ചെരുപ്പുണ്ട്, നിങ്ങളുടെ അരയ്ക്ക് ഒരു സ്ലിംഗ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കവചമുണ്ട്, നിങ്ങൾക്ക് തലയിൽ ഒരു ശിരസ്ത്രമുണ്ട്. ഇങ്ങനെ ചിലതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒന്നും തീർന്നില്ല. ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിക്കണം.
പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഏത് നേരത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. യൂദാ അപ്പോസ്തലൻ പറഞ്ഞു, അത് ഭയങ്കര ഒരു ആയുധമാണ്, ഏത് നേരത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ വായി തോന്നിയത് പറയുന്നത് അല്ല അന്യഭാഷ ബുദ്ധി അഫലമായിരിക്കുമ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനതിൻ്റെ ലോവർ ലെവലിനെ കുറിച്ചല്ല തൊടുന്നത്, സുപ്പീരിയർ ലെവലിനെ കുറിച്ചാണ് തൊടുന്നത്. ഇന്നു മുതൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഞാൻ അന്യഭാഷ സംസാരിക്കുമ്പോൾ വേറെ യാതൊന്നും അറിയാതെ എനിക്ക് അന്യഭാഷ സംസാരിക്കാൻ കഴിയും. ഇതുവരെ പ്രാപിച്ച ദൈവപൈതലേ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാം. നിങ്ങളെ ഏൽപ്പിച്ചത് അതാണ്. ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിക്ക്. യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങളെ ഒന്ന് കവർ ചെയ്യ്. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ ഉപയോഗിക്കും. വാള് ആ വചനത്തോടൊന്നിനും തൊടാനൊക്കത്തില്ല. പക്ഷെ വചനം പാലിച്ചവർക്ക് മാത്രമേ അത് ഉപയോഗിപ്പാനൊക്കത്തുള്ളൂ. ആഴക്കുഴിച്ച് പാറയിൽ അടിസ്ഥാനമിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേൽ ബേസ് ചെയ്തിരിക്കുന്ന ദൈവപൈതലേ, എനിക്കും നിങ്ങൾക്കുമാണ് അത് ഉപയോഗിപ്പാൻ കഴിയുന്നത്. അവർക്ക് പറയാം, ഹേ പിശാചേ കീഴടങ്ങ്, ഹേ പിശാചേ കീഴടങ്ങ്. ദൈവത്തിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ പോകുന്നവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരിക്കൽ മോശ തൻ്റെ ചെങ്കടലിൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുകയാണ്. തൻ്റെ ചെങ്കടൽ ആർത്തിരമ്പുകയാണ്. ഇസ്രയേലിലെ ശ്രേഷ്ഠ പ്രഭുക്കന്മാർ മോശയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരരുതെന്ന് ഞങ്ങൾ അന്നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പം ഇനി എന്തു ചെയ്യും? സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോശെ, ആ രണ്ടോടൊക്കെ ദൈവം ഇടപെടുകയും കൂടെ കേട്ടോ. മോശെ, ഞാനല്ലേ വിളിച്ചത്, എവനല്ലേ വിളിച്ചത് ഞാനല്ലേ. നിന്റെ കയ്യിൽ ഒരു വടി ഏൽപ്പിച്ചിട്ടില്ലേ? എഴുന്നേറ്റുന്ന വടി ഒന്ന് നീട്ട്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്ന് പകൽ ദൈവം ഏൽപ്പിച്ച ആലോചനയുടെ മുമ്പിൽ അന്ധകാര ശത്രുവിനെ, പിശാചിനെ ചവിട്ടിക്കളയുമെന്ന് കർത്താവാണ് കൽപ്പിച്ചതെങ്കിൽ ആ വടി നീട്ട് മോശെ, ആ വടി നീട്ട്. മോശതണ്ടേ ആളുകൾ കല്ലെറിയാൻ കല്ലുമായി നിൽക്കുക. അതിൻ്റെ നടുവിലോട്ട് നിന്നുകൊണ്ട് ആ വടിയൊന്ന് നീട്ടി വെച്ച് പറഞ്ഞു, ചെങ്കടലെ പിളർന്നു മാറ്, ചെങ്കടലെ പിളർന്നു മാറ്, ചെങ്കടലെ പിളർന്നു മാറ്. ഈ കൽപ്പനകൾ ഉയരുമ്പോൾ തേണ്ട ഒരു ശക്തിയേറിയ കാറ്റ് പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ദൈവം കൽപ്പിച്ചതിനാൽ അവ തകരുവാൻ ദൈവജനത്തോട് കൂടെ ദൈവത്തിന്റെ ദൂതന്മാരുള്ളതിനാൽ ഒരു ദൂതസേന, ഹല്ലേലൂയ, ഇന്ന് പകൽ ഇവിടെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഒരു ദൂതസേന ഇതിന്റെ നടുവിൽ ഒന്ന് ഇറങ്ങി വരട്ടെ. ഒരു ദിവസം ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. തൻ്റേത് സകലതും പോയി, കുടുംബം വരെ പോയി, ഒന്നും മിച്ചമില്ല. താമസിച്ചിരുന്ന ക്യാമ്പ് തീ വെച്ച് ചുട്ടു, ചാരം മാത്രം കിടക്കുന്നു. ഈ സാഹചര്യത്തിൽ തൻ്റെ കൂടെ വന്നവരുടെ ഹൃദയം അവരവരുടെ ഭാര്യമാരെ ചൊല്ലി ഉരുകി, കുടുംബത്തെ ചൊല്ലി ഉരുകി. ചേർന്ന ആളുകൾ ഇദ്ദേഹത്തെ കല്ലെറിയാൻ നിൽക്കുമ്പോൾ കർത്താവ് ദാവീദ് ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ എന്തോ വേണം? പറഞ്ഞു, അവിടെ ഇരി. തൻ്റെ ഇവിടെ കുറേ ബാഖാവൃക്ഷങ്ങൾ നിൽപ്പുണ്ടല്ലോ, മൽബറി ചെടികൾ. ആ ചെടികളുടെ മുകളിലൂടെ ഒരു കൂട്ടം ദൂതന്മാർ മാർച്ച് ചെയ്യുന്ന ശബ്ദം നീ കേൾക്കും. ഈ സഹിച്ചതിനപ്പുറത്ത് ഇനി സഹിക്കാനില്ലാത്ത അന്നേരത്തെ ഈ പൊട്ടത്തരം, ബാഹാചെടികളുടെ മേളിലൂടെ ദൂതം വരുമെന്ന്. പക്ഷെ വിശ്വസിച്ച ദാവീദിനായി സ്തോത്രം. ദാവീദ് കുത്തിയിരുന്നു. ബാഖാവൃക്ഷങ്ങളുടെ മുകളിലൂടെ ദൂതന്മാർ മാർച്ച് ചെയ്യുന്ന ശബ്ദം. താൻ എഴുന്നേറ്റു. നഷ്ടപ്പെട്ടത് സകലതും റിക്കവർ ചെയ്തു, സകലതും മടക്കിക്കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുവാൻ ബാഖാവൃക്ഷങ്ങളുടെ മുകളിൽ നടന്നു വരുന്ന ദൂതന്മാർ യുദ്ധത്തിന് തയ്യാറാകാം, ആത്മയുദ്ധത്തിന് തയ്യാറാകാം. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളന്മാർക്കുവാൻ. ഹല്ലേലൂയ. മോശയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ കാറ്റാണ് അടിച്ചതെങ്കിൽ, ദാവീദിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ബാഖാവൃക്ഷത്തിന്റെ മുകളിലൂടെ നടന്നെങ്കിൽ, വേറെ ഏതയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഭൂകമ്പമുണ്ടായി. എസക്കിയേലേ, അസ്ഥിയോട് പറ ജീവിക്കാൻ. ഹല്ലേലൂയ. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി. യേശുവിന്റെ നാമത്തിൽ നടക്കേണ്ടത് നടക്കട്ടെ.